നമ്മളുടെ കേരളത്തിലെ അമ്മമാർക്ക് 2000 രൂപ വീതം മാസം ലഭിക്കുന്ന പദ്ധതി മാതൃജ്യോതി എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് അപേക്ഷ ആരംഭിച്ചിരിക്കുകയാണ്. APLെന്നോ BPLെന്നോ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ നമ്മളുടെ സംസ്ഥാനത്തെ വിവിധ വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് ഈ സാമ്പത്തിക സഹായത്തിന് വേണ്ടി, ഈ സൗജന്യ സഹായത്തിന് വേണ്ടി അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും. ഇവിടെ ഈ സഹായം നമുക്ക് നൽകുന്നത് സാമൂഹ്യനീതി വകുപ്പ് മുഖാന്തരമാണ്. അതുകൊണ്ട് തന്നെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ, മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ എത്തിച്ചേർന്ന് വേണം ഓൺലൈൻ വഴി അപേക്ഷകൾ നൽകുന്നതിന്. അമ്മമാർക്ക് ലഭിക്കുന്ന സഹായമാണ്, സാമ്പത്തിക സഹായമാണ് എന്ന് പറഞ്ഞിരുന്നു. 2 വർഷക്കാലത്തേക്കാണ് പ്രതിമാസം 2000 രൂപ വീതം ലഭിക്കുക. അങ്ങനെ വരുമ്പോൾ 48,000 രൂപ തിരിച്ചടയ്ക്കേണ്ടാത്ത സൗജന്യ സഹായമായിട്ട് അപേക്ഷ വയ്ക്കുന്ന അർഹതയുള്ള എല്ലാവർക്കും സംസ്ഥാന സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് മുഖാന്തരം നൽകും. വിവിധ വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്കാണ് മാതൃജ്യോതി എന്ന് പറയുന്ന പദ്ധതി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് വിവിധ തരത്തിൽ ക്ലേശങ്ങൾ നേരിടുന്ന, അല്ലെങ്കിൽ ശാരീരികപരമായിട്ട് വിവിധ വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്കാണ് സാമ്പത്തിക സഹായം നൽകുന്നത്. പ്രസവാനന്തരം തങ്ങളുടെ കുഞ്ഞിനെ പരിപാലിക്കുന്നതിന് വേണ്ടി, കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി, കുഞ്ഞിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ അമ്മയുടെ ആവശ്യങ്ങൾക്കും ഇതിനു വേണ്ടിയാണ് സാമ്പത്തിക സഹായം നൽകുന്നത്. കുഞ്ഞ് ജനിച്ച 3 മാസത്തിനകം അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ, ഓൺലൈൻ അപേക്ഷ വെച്ച് കഴിയുകയാണെങ്കിൽ നമുക്ക് 2 വർഷക്കാലത്തേക്ക് 2000 രൂപ വീതം സഹായം. ഇനി കുഞ്ഞ് ജനിച്ച 3 മാസമൊക്കെ കഴിഞ്ഞു, അതിനുശേഷം 1 വർഷമൊക്കെ ആകാറായിട്ടുണ്ടെങ്കിൽ, അതായത് 1 വർഷത്തിനകമാണ് അപേക്ഷ വയ്ക്കുന്നതെങ്കിൽ കുഞ്ഞിന് 2 വയസ്സാകുന്നത് വരെ 2000 രൂപയുടെ സഹായം ലഭിക്കും. അപ്പോൾ മൊത്തത്തിലുള്ള ഈ 48,000 രൂപ നമുക്ക് ലഭിക്കണമെന്നില്ല. അപ്പോൾ ഈ പദ്ധതി വിവിധ വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്കെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ സംസ്ഥാന സർക്കാർ ഇവിടെ വിവിധ വെല്ലുവിളികൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ശാരീരിക ബുദ്ധിമുട്ടുകൾ. ഇവിടെ ശാരീരിക ബുദ്ധിമുട്ടിൻ്റെ തോതനുസരിച്ച്, അതായത് നമ്മളുടെ ഭിന്നശേഷിത്വം അനുസരിച്ചാണ്, അതിൻ്റെ ശതമാനം അനുസരിച്ചാണ് സാമ്പത്തിക സഹായം നൽകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് വിവിധ വെല്ലുവിളികളാണ്. അപ്പോൾ അതിൻ്റെ ശതമാനം കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊന്ന് നോക്കുക. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ബാധകമാണോ എന്ന് ഒന്ന് പരിശോധിക്കുക. ഇതിൽ ബാധകമാണ് എങ്കിൽ കൃത്യമായിട്ട് ഈ സാമ്പത്തിക സഹായത്തിന് നിങ്ങൾ അർഹതയുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുകയും വേണം. അപ്പോൾ ഇത് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ബോർഡിൽ നിന്ന് നമ്മൾ ഹാജരാക്കേണ്ടതുണ്ട്. അത് നമ്മളുടെ സർക്കാർ ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ നമ്മളുടെ മെഡിക്കൽ ബോർഡ് ഉദ്യോഗസ്ഥർ സർക്കാർ ആശുപത്രികളിൽ നിന്ന് കൃത്യമായിട്ട് ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് നൽകും. നമുക്ക് ഈ ഒരു ശാരീരിക അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ശാരീരിക പരിമിതി ഉണ്ട്, അത് ഇത്ര ശതമാനമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ബലത്തിലാണ് നമ്മൾ ഇതിലേക്ക് അപേക്ഷ വെക്കുന്നത്. BPL റേഷൻ കാർഡാണ് കയ്യിലുള്ളത് എങ്കിൽ അതിൽ മുൻഗണനയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റൊക്കെ സമർപ്പിച്ചാൽ മതി നമ്മുടെ സാമ്പത്തിക അവസ്ഥകൾ തെളിയിക്കുന്നതിന് വേണ്ടി. അപ്പോൾ കൃത്യമായിട്ട് ഈ രേഖകൾ, അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ നിന്നുള്ള ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള മറ്റ് പകർപ്പുകളും ഇതിൻ്റെ ഭാഗമായിട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. നമ്മളുടെ എല്ലാം വീടിന് സമീപത്തായിട്ട് ഇത്തരത്തിൽ വിവിധ വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാരുണ്ടാകും, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകളുണ്ടാകും. അവർക്ക് പ്രസവാനന്തരം ലഭിക്കുന്ന വലിയൊരു ക്ഷേമ പദ്ധതിയാണ്. ഇപ്പോൾ ഇതിലേക്ക് അപേക്ഷ വെക്കുന്നതിനുള്ള അവസരവുമുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതൽ സംശയമുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള അംഗനവാടിയിൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതല്ല എങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമുക്ക് അപേക്ഷ വെക്കാം. ബന്ധപ്പെട്ട രേഖകൾ എല്ലാം കൃത്യമായിട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഈ അറിയിപ്പ് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് മീഡിയ കമ്പാനിയൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.